ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് നല്ല അടിപൊളി ഒരു ഗ്രീൻ ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലെപ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വലിയുള്ളി, ചപ്പ്, പുതിനയില, കറിവേപ്പില കേട്ടോ. 1 കിലോ ചിക്കൻക്ക് വേണ്ട സാധനങ്ങളാണത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മീഷോന്ന് മേടിച്ചൊരു കൊട്ടയാണ്. പച്ചക്കറിയും ഇറച്ചിയൊക്കെ കഴുകാൻ പറ്റിയൊരു നല്ലൊരു കൊട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്ന വിധം ആദ്യം പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക കേട്ടോ. അത് ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കി കൊടുത്തിട്ട് ആ പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് കട്ട് ചെയ്യൊന്നും വേണ്ട, അത് അച്ചരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പകുതി വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ആ പച്ചമുളകും വലിയുള്ളിയും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതിൽ നിന്ന് മാറ്റി വെക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി ഒക്കെ ഇട്ട് വാട്ടി വെച്ച ആ കൂട്ട് ലേശം അതിൽ നിന്ന് മാറ്റി വെക്കുക. പച്ചമുളക് ഫുള്ളും അതിൽ നിന്ന് എടുക്കണേ. ഇഞ്ചി നമുക്ക് അതിൽ നിന്ന് അരിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ഏതായാലും അരക്കാനുള്ളതാണ്, പേസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ അത് മാറ്റി വെക്കുക നമുക്ക് ചൂടാറാനായിട്ട് കേട്ടോ. പകുതി വരുന്ന ആ ഉള്ളിയിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുക. ആ ചിക്കനും ഉള്ളിയും കൂടി നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി നമുക്ക് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി അത് മൂടി വെക്കുക കേട്ടോ. 5-10 മിനിറ്റ് നേരം നമുക്ക് അപ്പോഴേക്കിന് ആ ചൂടാറിയ മാറ്റി വെച്ച ഉള്ളി, പച്ചമുളക്, തക്കാളി, ചപ്പ്, പുതിനയില എന്നീ സാധനങ്ങൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പേസ്റ്റ് ആക്കിക്കൊണ്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ച് മാറ്റി വെക്കണേ. നല്ല പേസ്റ്റ് ആക്കണ്ട, ഒരു പകുതി അരച്ച് കൊടുക്കട്ടോ. പകുതി അരപ്പ് മതി. എല്ലാം പേസ്റ്റ് ആക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടൂല. പകുതി അരപ്പാക്കിക്കൊണ്ട് നമുക്ക് അതിലേക്ക് മാറ്റി വെക്കട്ടോ. എന്നിട്ട് ചിക്കനും ഇതും വെന്തിക്കണോ നോക്കുക. പകുതി വേവായതിന് ശേഷം അപ്പോഴേക്കിന് ആ ചിക്കനിന്ന് വെള്ളം തീരെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയിൽ നിന്നും ആ ചിക്കനിന്നും നല്ല വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല വഴറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് വെക്കണേ. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കേ. ആ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒരു വരട്ട രൂപത്തിലായി. നമുക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ഇളക്കി ഉപ്പ് കുറവുണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇത് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നൈസ് പത്തിരിൻ്റെ കൂടെ ഏതിലേക്ക് നമുക്ക്
പിന്നെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരിതാണ് കേട്ടോ. ആ അരപ്പ് ചേർത്ത് ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നേരം ഒന്ന് തിളക്കുന്ന വരെ വെച്ചിട്ട് അപ്പോഴേക്കും നല്ല എണ്ണക്കായി മേലെ പൊന്തിയിട്ടുണ്ടാകും. പിന്നെ ലാസ്റ്റാണ് നമുക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കി നമുക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരു ബൗളിലേക്ക് മാറ്റി. ഞാനിവിടെ ഇന്ന് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളിയായ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.